എന്തു പറ്റി? എന്താ ഇത്ര കാര്യമായിട്ട് വായിക്കുന്നത്? നല്ല ഇൻവെസ്റ്റിഗേഷൻ വാർത്തയും തടഞ്ഞോ? ശരി, അപ്പോഴൊക്കെ മറന്നോ? ഇന്ന് ജോലിയൊന്നുമില്ലെങ്കിൽ ഒരു യാത്ര പോകാമെന്ന് ഇന്നലെ പറഞ്ഞതല്ലേ? പോകാമടോ, പത്രമൊന്ന് വായിക്കട്ടെ. രാവിലെ നമ്മൾ പത്രം വായിക്കണം. എന്നാൽ മാത്രമേ നാട്ടിലെന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവൂ. ഒന്ന് വേഗം വായിച്ചാട്ടെ. എനിക്ക് യാത്ര പോവാൻ കൊതിയായി. എത്ര നാളായി ഒന്ന് കറങ്ങിയിട്ട്. ഓഹോ, അമ്മയ്ക്ക് പ്രാണവേദന, മോൾക്ക് വീണവായന. ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ബോസിന് മനസ്സിലായോ? അവോ അത് പിന്നെ ദൈവമേ, പുതിയ കേസുകളൊന്നും ആവരുതേ. നോ ടൈഗർ പോലീസ് ഹിയർ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ എത്തിക്കഴിഞ്ഞു. എടാ മണ്ട, ഇത് കേസന്വേഷണമൊന്നുമല്ല, രാജകൊട്ടാരത്തിൽ നിന്നാണ് വിളിച്ചത്. ഉടനെ അങ്ങോട്ട് ചെല്ലണമെന്ന്. പോയി ബോസേ, പോയി. ഇന്നത്തെ ദിവസം തന്നെ പോയി. എന്തോ പണി തരാനാണ് കൊട്ടാരത്തിൽ നിന്ന് വിളിപ്പിക്കുന്നത്. ദേമു, നീ വേഗം റെഡിയാവ്, നമുക്കുടനെ പോണം. ആരാണാവോ രാവിലെ തന്നെ? ദൈവമേ, പുതിയ കേസുകളൊന്നും ആവല്ലേ? ഹു ആർ യു? നിങ്ങൾ ആരാണ്? ഇത്രയും ഫേമസ് ആയിട്ടുള്ള എന്നെ മനസ്സിലായില്ലെന്നോ? എന്റെ ബോസും ഭയങ്കര ഫേമസ് ആണ്. പക്ഷേ ഫേമസ് ആണെന്ന കാര്യം ആർക്കും അറിയൂടാ. ദീമു, ഞാനൊരു ക്ലൂ തരാം. 8ാം ക്ലാസ്സിൽ നീ എന്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. അതായത് ഞാൻ നിന്റെ കൂടെ പഠിച്ചിട്ടുണ്ടെന്ന്. എന്റെ ബോസ് ആയതുകൊണ്ട് പറയല്ല. ബോസ് 3 കൊല്ലം 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏത് വർഷമാണെന്ന് കൂടി പറഞ്ഞു കൊടുത്താൽ ബോസിന് കുറച്ചുകൂടി എളുപ്പമാകും. അല്ലേ ബോസേ? കിട്ടിപ്പോയി. മൊട്ട കള്ളൻ ബബ്ബു അല്ലേ? അയ്യയ്യേ, അതൊക്കെ പണ്ടല്ലേ. ഇപ്പൊ ഞാൻ 3 മില്യൺ ഫോളോവേഴ്സ് ഉള്ള സിംഗറാണ്. സിംഗർ. ഏത് ക്ലാസ്സിൽ സ്ഥിരമായി പാട്ട് പാടാറുള്ള ബബ്ബുവോ? 3 മില്യൺ ഫോളോവേഴ്സോ? എന്താ സംശയമുണ്ടോ? ഇത് 3 മില്യൺ അല്ലല്ലോ, വെറും 3 ഫോളോവേഴ്സ് മാത്രമല്ലേ ഉള്ളൂ എന്റെ ഭാഗവതരെ. അതൊരു എമ്മിന്റെ കുറവല്ലേ ഉള്ളൂ. എടാ, എനിക്ക് നിന്നെ മനസ്സിലായില്ലടാ. നീ ആളാകെ മാറിപ്പോയല്ലോ. ഞാനിപ്പോ ആ പഴയ ബബ്ബു അല്ല. ഇപ്പോൾ ഞാൻ കഴുതരാഗ ഭാഗവതർ എന്നാണ് അറിയപ്പെടുന്നത്. വെരി ഗുഡ്. വാ, നീ അകത്തേക്ക് വാ. പറ, നീ എങ്ങനെ ഇവിടെ എത്തി? താൻ കൊട്ടാരം ഇന്റലിജൻസ് ബ്യൂറോയുടെ തലവനായ വിവരം ഞാൻ പത്രത്തിൽ വായിച്ചറിഞ്ഞു. ഒരു കച്ചേരി അവതരിപ്പിക്കാനാണ് ഈ നാട്ടിൽ വന്നത്. അപ്പോഴാണ് താൻ ഇവിടെയുണ്ടെന്നറിഞ്ഞത്. എന്നാലൊന്ന് കണ്ടു കളയാമെന്ന് കരുതി. എവിടെയായിരുന്നു നിന്റെ കച്ചേരി? മാങ്ങാപട്ടണത്ത്. അറിയില്ലേ മാങ്ങാപട്ടണം? നിന്റെ പാട്ട് കേട്ടിട്ടിപ്പോ ഒരുപാട് നാളായി.
അതിനെന്താ, നിനക്ക് വേണ്ടി ഇപ്പോൾ ഒരു കച്ചേരി അങ്ങ് ഗീച്ചാം. എന്താ? ഹായ്, അത് കൊള്ളാം, അത് കളിക്ക്, അടിപൊളി. ക്ഷമിക്കണം ബാബു, എനിക്കിപ്പോ വളരെ അത്യാവശ്യമായി കൊട്ടാരം വരെ ഒന്ന് പോകേണ്ടതുണ്ട്. കച്ചേരി നമുക്ക് മറ്റൊരു ദിവസമാക്കിയാലോ? ബോസ്, അദ്ദേഹം ഇപ്പോൾ തന്നെ പാടട്ടേന്ന്. പക്ഷേ നമ്മുടെ സമയം. സാരമില്ല, ഞാനൊരാഴ്ച ഇവിടെ ഉണ്ടാവും. നിങ്ങൾ ഒഴിവുള്ളപ്പോൾ ഒരു കച്ചേരി അങ്ങ് ഗീച്ചാം, അല്ല നടത്താം, തകർക്കാം, തിമിർത്താം, പൊടിക്കാം. ഒത്തിരി നന്ദി ബാബു. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം കാണാം. ഇപ്പോൾ ഞങ്ങൾ കൊട്ടാരത്തിലേക്ക് പോകട്ടെ. ഏയ്, അതാവില്ല. ഞാൻ ചോദിച്ചു നോക്കാം. എന്നാൽ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം, അല്ലേ ബാബു? ഞാൻ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. ഏയ്, അതിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരാഴ്ച ഞാൻ ഇവിടെ ഉണ്ടാവും. നമുക്ക് അടിച്ചു പൊളിക്കാന്നേ. കുറെ ആയില്ലേ നമ്മളൊന്ന് കൂടിയിട്ട്. നിങ്ങൾ പോയിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ കാണും. എന്ത് പണിയാ കാണിച്ചത്? രാവിലെ തന്നെ ആ കൈതഭാഗവതിനെ തിരിച്ചയച്ചത് തീരെ ശരിയായില്ല. നമുക്കൊരു കച്ചേരിയൊക്കെ കേട്ട് പാതിയെ കൊട്ടാരത്തിലേക്ക് പോയ മതിയായിരുന്നു. ഒരു കലാകാരനെ ഇങ്ങനെ അപമാനിച്ചത് ഒട്ടും ശരിയായില്ല. മോശം മോശം. പഴയൊരു കൂട്ടുകാരനോട് ഇങ്ങനെ പെരുമാറിയത് തീരെ ശരിയായില്ല. എന്നെ ഇങ്ങനെ നോക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് സത്യ, അല്ലേ? നീ ആ ഭാഗവതരുടെ കച്ചേരി ഇതിനു മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്റെ പൊന്നു ഡീമു, നീ അവന്റെ ടിക്ടോക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. കിണ്ണാകൃതിക്കാടിന്റെ അധിപൻ രാജരാജ രാജേഷ് വിജയിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും വിജയിക്കട്ടെ. അപ്പോ ഒരു സുപ്രധാന കാര്യം പറയാനാണ് ഞാൻ വന്നത്. എന്താണ്? ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് സമാധാനകാലമാണല്ലോ. യുദ്ധമൊന്നും നടക്കുന്നില്ല. ഉടനെയൊന്നും ഒരു യുദ്ധമുണ്ടാവാനും പോകുന്നില്ല. അതെ, അതിന് യുദ്ധമില്ലാത്തതിനാൽ നമ്മുടെ പട്ടാളക്കാരാകെ ബോറടിച്ചിരിക്കുകയാണ്. അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? പട്ടാൾക്കാർ പറയുന്നു, എങ്ങോട്ടെങ്കിലും കുറച്ചു ദിവസം ടൂർ പോകാമെന്ന്. സിറിയയിലേക്കോ കൊറിയയിലേക്കോ ഉല്ലാസയാത്ര പോകണമെന്നാണ് അവരുടെ ഒരു ഇത്. ഏത്? അവർ പറഞ്ഞതിലും കാര്യമുണ്ട്. പക്ഷേ പട്ടാളക്കാർ ടൂർ പോകുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷ ആര് നോക്കും? ഞാനാ കാര്യം പോലീസ് മിനിസ്റ്റർ ഷിക്കാഗോയുമായി സംസാരിച്ചിരുന്നു. എന്നിട്ട് ഞങ്ങൾ കൂട്ടായ ഒരു തീരുമാനത്തിലെത്തി. എന്താണത്? ഇന്ന് ഈ രാജ്യത്തെ ഏറ്റവും ചുറുചുറുക്കുള്ള ഓഫീസർ തന്നെ അത് ഏൽപ്പിക്കാം എന്നങ്ങ് കരുതി. ആരാണ് അയാൾ? അവൻ പുറപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ എത്തും.